വെള്ള എള്ളും കപ്പലണ്ടിയും കൂടെ ആദ്യം ദാ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊരു മിക്സിയിലോട്ട് മാറ്റുക, ജാറിലോട്ട്. അതിനുശേഷം എണ്ണയിൽ കുറച്ച് മല്ലി, മുളക്, ഉലുവ, തേങ്ങ, ചുവന്ന മുളക് എല്ലാം നന്നായിട്ട് വറുത്ത് വീണ്ടും വറുത്ത് ഞാൻ കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കാശ്മീരി മുളക് പൊടി. അത് നിങ്ങളെ കാണിക്കുമ്പോൾ കളർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലൊന്ന് റോസ്റ്റ് എടുത്തിട്ട് അതും നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇടുക. ഇനി നമുക്കതൊന്ന് വെള്ളം ചേർക്കാണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. യെസ്, അപ്പോൾ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ നമ്മളിതൊരു ഈസി ക്യാപ്സിക്കം കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റായിരിക്കും. അപ്പം ഒരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിക്കുക. ജീരകം പൊട്ടിച്ച ശേഷം നമ്മൾ ചെറിയതായിട്ട് കുനുകുനിയെ അരിഞ്ഞിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ചെറുതായിട്ട് സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞു കൊടുത്ത ഉള്ളിയും ക്യാപ്സിക്കും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതിനെ അങ്ങ് ക്യാപ്സിക്കത്തിനെ അങ്ങ് ഒത്തിരി വേവിച്ചങ്ങ് മോശമാക്കരുത് കേട്ടോ, പിന്നെ ആ കറി നമുക്ക് നല്ല ടേസ്റ്റി ആവത്തില്ല. അപ്പോൾ ഇതിലോട്ട് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്ന ആ കൊയേഴ്സായിട്ടുള്ള ആ ഒരു പൊടിയില്ലേ, വെള്ളം ചേർക്കാതെ, അതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി ഈ പൊടിയും ഈ ക്യാപ്സിക്കവും ഈ ഉള്ളി എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളം കൂടെ ഇതിനകത്തുനിന്ന് ഒഴിച്ച് തിളപ്പിക്കണം. അപ്പം ഈ ഒരു അവസരത്തിൽ നമുക്ക് ഉപ്പ്, പിന്നെ മറ്റേ സാധനമില്ലേ കസൂരി മേത്തി, അത്, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, ശകലം സാമ്പാർ പൊടി, ഇതെല്ലാം ഒന്ന് ഇട്ട് നല്ല രീതിയിൽ അങ്ങ് ഗരം മസാല ഒക്കെ ഇട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇട്ട് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ എണ്ണ സെപ്പറേറ്റ് ആവുന്നത് വരെയുള്ള രീതിയിൽ അത് നല്ല രീതിയിൽ ആവട്ടെ. പക്ഷേ ഓവറായിട്ട് ക്യാപ്സിക്കം കുക്കാവരുത് കണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഈ കറി ആവും. നല്ല സ്വാദാണ് കേട്ടോ. ചപ്പാത്തിക്കാണ് മെയിനായിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കം. ഞാൻ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ വേറെ ഒരു സാധനം ഇരിപ്പില്ല, ഈ ക്യാപ്സിക്കം മാത്രമേ ഇരിപ്പുള്ളൂ. ചപ്പാത്തിക്ക് കറി വെക്കാനായിട്ട് നോക്കിയപ്പം വേറെ പച്ചക്കായൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഉടനെ 2 ക്യാപ്സിക്കം എടുത്ത് ഈ കറി അങ്ങ് ഉണ്ടാക്കി. പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ക്യാപ്സിക്കം കറി ഇങ്ങനെ വളരെ എളുപ്പത്തിന് അല്ലെ, ഭയങ്കര ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യാറ്. അപ്പം ഈസി ആയിട്ട് ഈ കറി നമ്മൾ ഉണ്ടാക്കി. ഇത് ഞാൻ വെറുതെ ഫോട്ടോ എടുത്താണ് കേട്ടോ. ആദ്യം നമ്മൾ മിക്സിയിലോട്ട് വറുത്തതിട്ടതും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതും ഒക്കെ ഇങ്ങനെ ചുമ്മാ ഫോട്ടോസ് എടുത്താണ്. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. എല്ലാവരും ഈ കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ. ഓക്കെ, ബൈ. വേറൊരു വീഡിയോയിൽ കാണാം.